എല്ലാവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം 2026 രോഹിണി നക്ഷത്രത്തിലെ ജനങ്ങൾക്ക് ഈ വർഷം എന്തൊക്കെ അനുഭവങ്ങളായിരിക്കും ലഭിക്കുക എന്ന് സമഗ്രമായി അന്വേഷിക്കുകയാണ്. തൊഴിൽ, ധനം, കുടുംബം, ആരോഗ്യം, പഠനം, യാത്ര എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണ്ണ വാർഷിക ഫലമാണ്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. 2026 വർഷത്തിൻ്റെ സമഗ്ര അവലോകനം. 2026 രോഹിണി നക്ഷത്രക്കാർക്ക് വളർച്ചയും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു വർഷമാണ്. രാശി അനുസരിച്ച് സാധാരണയായി ഇടവം രാശിയിലായിരിക്കും. അതിനാൽ ശുക്രൻ്റെ അനുഗ്രഹം ഈ വർഷം ശക്തമാകും. ഈ വർഷത്തിൻ്റെ മുഖ്യമായ ഹൈലൈറ്റുകൾ: ജീവിതത്തിൽ മാറ്റങ്ങളും നന്മകളും വരും. സാമ്പത്തികം ശക്തമാകും. ബന്ധങ്ങൾ മാധുര്യമുള്ളതാകും. പഠനം, ജോലി മേഖലയിൽ സ്ഥിരത കൈവരിക്കും. യാത്രകളും അവസരങ്ങളും വർദ്ധിക്കും. എങ്കിലും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില ചെറുകിട സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. അതിനെ കൈകാര്യം ചെയ്യാനുള്ള മനഃശക്തിയും പ്ലാനിങ്ങും നിങ്ങൾക്ക് ഈ സമയത്ത് ആവശ്യമാണ്. തൊഴിലും കരിയറും ഫലം. ജോലിയിലുള്ളവർക്ക് ജനുവരി മുതൽ ജൂൺ വരെ തികച്ച ആത്മവിശ്വാസവും പുതിയ പ്രോജക്റ്റുകളും അപ്രീസിയേഷനും ഒക്കെ ലഭിക്കും. പ്രമോഷനും സാലറി ഹൈക്കിനും സാധ്യതയുണ്ട്. ഇത് ഏപ്രിൽ ജൂലൈ മാസങ്ങളിലായിരിക്കും. മാനേജ്മെൻറ്റ്, ബാങ്കിംഗ്, ഡിസൈൻ, IT, ഫിലിം അല്ലെങ്കിൽ മീഡിയ മേഖലയിൽ മികച്ച അവസരങ്ങളാണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ജോലിയിൽ വർക്ക് ലോഡ് വർദ്ധിച്ചേക്കാം. ഇനി ബിസിനസ് ഉള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാം. പുതുതായി ബിസിനസ് തുടങ്ങാൻ ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയാണ് മികച്ച സമയം. ഓൺലൈൻ ബിസിനസ്, ഫാഷൻ, ബ്യൂട്ടി, ലൈഫ് സ്റ്റൈൽ, ജ്വല്ലറി തുടങ്ങിയ മേഖലകൾ ഹൈലി ഫേവറബിളാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ അടുക്കുമ്പോൾ ഡോക്യുമെൻ്റ് 2 പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്യുക. നവംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ സ്ലോ ഫേസാണ്, പക്ഷേ സ്ഥിരത നഷ്ടമാവില്ല. ഇനി സാമ്പത്തിക ബലം നോക്കാം. 2026 സാമ്പത്തിക നില തികച്ചും ശക്തമായി മാറുന്ന വർഷമാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകും. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ലാഭം ലഭിക്കും. പുതിയ പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ വാഹനങ്ങളോ വാങ്ങിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. സേവിങ്സ് നല്ല രീതിയിൽ വളരും. ഇനി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ അനാവശ്യ ചെലവുകൾ പാടില്ല. ലക്ഷറി ആയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അല്പം നിയന്ത്രിക്കുക. ഷെയർ മാർക്കറ്റിലും അല്പം ശ്രദ്ധ വേണം. കുടുംബബന്ധവും റിലേഷൻഷിപ്പും. ഫാമിലി ലൈഫിൻ്റെ കാര്യത്തിൽ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. കുടുംബാംഗങ്ങൾക്ക് നല്ല ആരോഗ്യവും ഭാഗ്യവും ലഭിക്കും. പുതിയ യാത്രകളും ഫാമിലി ഫങ്ഷൻസും ഹോം റിനോവേഷൻ ചാൻസസുമൊക്കെ ഇവിടെയുണ്ട്. മാതാപിതാക്കളോടുള്ള ബഹുമാനവും മെച്ചപ്പെടും. ലവ് ആൻഡ് മാരേജ്. ഈ ഒരു കാറ്റഗറിയിൽ സിംഗിൾസിനാണെങ്കിൽ ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയാണ് നല്ല സമയം. പുതിയ ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി വിവാഹിതരാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധം കുറച്ചും കൂടെ ശക്തമാവാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളും ഈ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിലുണ്ടാകും. പക്ഷേ അതിന് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരോഗ്യബലത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആരോഗ്യം 2026 നല്ലതാകും. പക്ഷേ ചില മാസങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമുണ്ട്. എനർജി ലെവൽ ഉയരാൻ സാധ്യതയുണ്ട്. ആൻസൈറ്റി കുറയും. സ്കിൻ ആൻഡ് ഡൈജഷൻ ഇഷ്യൂസൊക്കെ പതിയെ പതിയെ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് മാസങ്ങളും കൂടെയുണ്ട്. ഏപ്രിൽ മാസത്തിൽ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടാം. ഓഗസ്റ്റ് മാസത്തിൽ തലവേദനയും സൈനസും സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം. നവംബറിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം തരണം ചെയ്യാനായിട്ട് നിങ്ങൾ റെഗുലറായി എക്സസൈസ് ചെയ്യുക. നന്നായി വെള്ളം കുടിക്കുക. വൈകുന്നേരമുള്ള നടത്തവും ഒരു പരിധിവരെ ഇതിനെയൊക്കെ തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും.
ഇനി പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ ഹയർ സ്റ്റഡീസിന് ഏറ്റവും അനുയോജ്യമായ വർഷമാണിത്. കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കൂടുതൽ സക്സസ്ഫുൾ ആവാനുള്ള ഒരു അവസരവും ഈ 2026 നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് ഈ മേഖലയിൽ ഭയങ്കര ഫേവറബിളാണ്. ഇനി യാത്രയുടെ കാര്യം പറയാം. 2026 യാത്രകൾ വർദ്ധിക്കും. ഇന്ത്യക്കകത്തും പുറത്തും യാത്ര ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഫെബ്രുവരി മുതൽ ജൂലൈ വരെയുള്ള അവസരങ്ങളിൽ ജോലി സംബന്ധമായും ബിസിനസ് ട്രിപ്പുകളുമൊക്കെ ആയിരിക്കും. മാർച്ച് മുതൽ ജൂൺ വരെ സുഖകരമായ ഫാമിലി ട്രിപ്പുകൾ നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. ഫോറിൻ ട്രാവലിങ്ങിനും ചാൻസ് കാണുന്നുണ്ട്. ഇനി ഓരോ മാസവും 2026 ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ജനുവരി മുതൽ നല്ല തുടക്കമായിരിക്കും. നിങ്ങൾക്ക് പോസിറ്റീവ് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ഫെബ്രുവരിയിൽ യാത്രകൾക്കുള്ള ചാൻസ് കാണുന്നു. മാർച്ച് മാസം ഫിനാൻഷ്യലി നിങ്ങൾ ഗ്രോ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. ഏപ്രിൽ മാസം കരിയർ ബൂസ്റ്റ് ചെയ്യും. മെയ് മാസം ഫാമിലി ഫങ്ഷൻസ് ഒരുപാടുണ്ടാവാൻ സാധ്യതയുണ്ട്. ജൂണിൽ നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ കൂടുതൽ പ്രകാശിക്കും. ജൂലൈയിൽ ഫിനാൻഷ്യൽ കോഷൻ. ഓഗസ്റ്റിൽ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരു പരിധിവരെ കുറയും. സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ജോലി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒക്ടോബറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായി പോകും. നവംബർ മാസം കുറച്ച് സ്ലോ ആണെങ്കിലും നിങ്ങളുടെ ബിസിനസ് സ്റ്റേബിളായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഡിസംബർ മാസം നിങ്ങൾക്ക് സമാധാനകരമായ ഒരു മാസമാണ്. ഇനി 2026 ടിപ്പ് ആൻഡ് റെമഡീസ് കൂടെ ഒന്ന് നോക്കാം. വെള്ളിയാഴ്ച ഭഗവതി അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിക്കുക. ശുക്രഗ്രഹത്തിനായി വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തുളസിച്ചെടി വീട്ടിൽ വയ്ക്കുക. ഓരോ മാസവും ഒരു ദിവസം എന്തെങ്കിലും ധർമ്മദാനം ചെയ്യുക. ഓം ശുക്രായ നമ 8 തവണ രാവിലെ ചൊല്ലുക. ഇതാണ് നിങ്ങൾക്കുള്ള മന്ത്രം. ഇനി നിങ്ങളുടെ ലക്കി കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ്, ലൈറ്റ് പിങ്ക്, സിൽവർ എന്നിവയാണ് നിങ്ങളുടെ ലക്കി കളേഴ്സ്. ഇതായിരുന്നു നമ്മുടെ രോഹിണി നക്ഷത്രക്കാരുടെ 2026 വാർഷിക ഫലം. സംഭാവനയുള്ളതും വളർച്ച നിറഞ്ഞതുമായ ഒരു വർഷമാണ് 2026. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഭാഗ്യവും എല്ലാം നിറഞ്ഞിരിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അടുത്ത നക്ഷത്രഫലങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. നന്ദി.